നമ്മളൊക്കെ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കമ്പനി തരുന്ന നിരവധി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനകത്തുണ്ടാവും. ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷനൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പലരും ഇത്തരം ആപ്ലിക്കേഷൻ ഫോണിൽ അതുപോലെ തന്നെ അങ്ങ് ഉപേക്ഷിക്കും. എന്നാൽ അത് നിങ്ങളുടെ ഫോണിന് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയല്ല പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകൾ. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് ഓപ്പൺ ചെയ്ത് പെർമിഷൻ കൊടുത്താൽ മാത്രമേ അവയ്ക്ക് നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. അതിന് ഓൾറെഡി എല്ലാ പെർമിഷനും ഉള്ളതുകൊണ്ട് തന്നെ അതിന് സദാസമയവും നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരാവശ്യവുമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനാവശ്യമായിട്ട് ബാറ്ററി തീരും. അതുമാത്രമല്ല നമ്മുടെ പ്രൊസസ്സർ, റാം ഒക്കെ ഇത്തരം ആപ്ലിക്കേഷൻ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ സുഹൃത്തിൻ്റെ ഫോൺ സ്ലോ ആണ്, ഹാങ് ആണെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു ഫോൾഡർ നിറച്ചുമുണ്ട് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഡെയിലി ഹണ്ട്, മെക്കഫി, ഫൈൻഷ്യൽ പേ എന്നൊക്കെ പറഞ്ഞ് നിരവധി പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ അവൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ഫോൺ ഇത്രയും സ്ലോ ആയത്. അതൊക്കെ ഞാൻ ഒഴിവാക്കി കൊടുത്തു. ഫോണിന് നല്ല പെർഫോമൻസ് ഒക്കെ അവന് തിരിച്ചു കിട്ടി. എൻ്റെ ഫോണിൽ ഇപ്പോൾ ആപ്പ് മാർക്കറ്റ് എന്ന ഒരു പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ആപ്പ് ഇൻഫോയിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. എല്ലാ ഫോണും ഒരുപോലെ ആയിരിക്കില്ല, ഓപ്ഷനിൽ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ട് ഞാൻ മറ്റൊരു ഫോൺ കൂടി നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം. ഇനി ആപ്പ് ഇൻഫോ കിട്ടി അതിനകത്ത് സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ചില ഫോണിൽ എഴുത്ത് വ്യത്യാസം ഉണ്ടാവും, എങ്കിലും സ്റ്റോറേജ് റിലേറ്റഡ് ആയ ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയർ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഡാറ്റ ക്ലിയർ ചെയ്യുക. ഇനി പിറകിലെ ആപ്പ് ഇൻഫോയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ചില ഫോണിൽ മറ്റ് ഇടങ്ങളിലായിരിക്കും ഡിസേബിൾ ഓപ്ഷൻ ഉണ്ടാകുക. അപ്പോൾ ഡിസേബിൾ ഓപ്ഷൻ കിട്ടിയാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിസേബിൾ ചെയ്യുക. ചില ഫോണിന് പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റോ കൊടുത്താലാണ് ഡിസേബിൾ ആകുക. ഇതോടെ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാകുന്നതാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ മെനുവിൽ ആ ആപ്ലിക്കേഷൻ പിന്നെ ഇല്ല. ഓക്കെ, അതെൻ്റെ ഫോണിൽ നിന്ന് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റൊരു മൊബൈൽ ഫോണാണ്. പിന്നെ എൻ്റെ ഫോണിനകത്തിരിക്കുന്ന ഒരുവിധം വേണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ വേണ്ടുന്ന ആപ്ലിക്കേഷനേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് എക്സാമ്പിളായിട്ട് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഗൂഗിളൊന്നും ഒരിക്കലും നിങ്ങൾ ഡിസേബിൾ ചെയ്യാൻ പാടില്ല, അപ്പോൾ പണി കിട്ടും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതിൽ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. ചില ഫോണിൽ അതിൻ്റെ ഐക്കൺ മാത്രമേ ഉണ്ടാവൂ. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോണിൽ ഡിസേബിൾ ബട്ടൺ താഴെയാണ്. ഇതുപോലെ കമ്പനി മാറുന്നതനുസരിച്ച് ഓപ്ഷൻ മാറും. ഇനി ഇതിൻ്റെ സ്റ്റോറേജ് ഓപ്ഷൻ മുകളിൽ തന്നെയുള്ളത്, സ്റ്റോറേജ് തന്നെയാണ് പേര്. അത് ഓപ്പൺ ചെയ്താൽ ഡാറ്റ ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ നിന്ന് ലഭിക്കും. ഇനി ചില ആപ്ലിക്കേഷനിലെ അപ്ഡേറ്റ് അൺഇൻസ്റ്റാൾ ചെയ്യാനുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റ് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രം ഡിസേബിൾ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്യാത്തത് ഗൂഗിളൊന്നും ചെയ്യാൻ പാടില്ല. ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം ഗൂഗിൾ കാണിച്ചു തന്നതാണ്. പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുന്ന സമയത്ത് ഇത്തരത്തിൽ ഡിസേബിൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ എനേബിൾ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ ഡിസേബിൾ ചെയ്യേണ്ടി വരും എന്ന് മാത്രം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.